മൂവർ സംഘത്തിന് ഇവിടെ പരിപാടി? പിന്നെ നമ്മൾ മൂന്നുപേരും മൂന്നുപേരെങ്ങനെ ഇവിടെ പരിചയപ്പെട്ടത്? ഇവിടുന്ന് പരിചയപ്പെട്ടാണോ? അല്ലല്ല, ഞങ്ങളുടെ മൂന്നുപേരും ഒരുപാട് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഒരേ ഡാൻസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരേ ഡാൻസറിൻ്റെ കുട്ടികളാണ്. ഇവിടെ വരെ എത്തി. അതെ അതെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് ലാസ്റ്റ് ഇയർ ആണ്, നമ്മൾ +1 ആണ്. അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടോ? മൂന്നുപേരെ പരിചയപ്പെട്ടില്ലല്ലോ. എന്തൊക്കെയാ പേര്? ഞാൻ അഞ്ജലി, സിൽവർ ഹിൽസിലാണ് പഠിക്കുന്നത്, കോഴിക്കോടാണ്. ഞാൻ നേഹ നായർ, സിൽവർ ഹിൽസിൽ തന്നെയാണ്, കോഴിക്കോട്. ഞാൻ ദിയ, ഞാൻ ബേപ്പൂർ ഹയർ സെക്കൻഡറി ആണ്, കോഴിക്കോട് തന്നെയാണ്. ശരി, നിങ്ങൾ മൂന്നുപേരും ഒരേ സമയം പരിചയപ്പെട്ട എങ്ങനെയാണ്? ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 7-8 വർഷമായിട്ടുള്ള പരിചയമാണ് ഡാൻസ് ക്ലാസ് എന്നുള്ള. സാർ ഞങ്ങളിങ്ങനെ ഓരോ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഫോം ചെയ്തൊരു ഗ്രൂപ്പാണ്. സാറ് വിനീത് സാറാണ്, സരസ്വതി ടീച്ചറുടെ ശിഷ്യനാണ്. അപ്പോൾ സാറ് ഞങ്ങൾക്ക് എത്ര മാക്സിമം ഞങ്ങൾ ചെയ്യുന്നത് എന്ത് നന്നാക്കി തരാം അതാ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഇപ്പോൾ ഇവിടെ വരാൻ കാരണം തന്നെ ഞങ്ങൾ ഒരേ ജില്ലയാണ്, ഞങ്ങൾക്ക് നല്ലൊരു വേദി കിട്ടുക, അതാ സാറ് നോക്കിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു വേദിയാണ് സാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൽ വലിയൊരു സന്തോഷം. ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, ഞങ്ങൾക്ക് ഒരുമിച്ച്. ശരി, അതൊക്കെ പോട്ടെ. ഇതെങ്ങനെ ഏകദേശം ഒരേ കളർ തന്നെ ഒപ്പിച്ചെടുത്തത്? നമ്മൾ കാണുമല്ലോ രണ്ടും ഒരേ കണ്ണട വെച്ചിട്ടാണോ? സാരി ഫാൻസിന്നാണ് എടുക്കൽ. അപ്പോൾ ഞങ്ങൾ എന്താ ഏച്ചിക്ക് എന്താ ഈ അടുത്താണ് തുന്നിയത്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നറിയില്ല. ഞാൻ മാത്രം മാറിപ്പോയി. സാരില്ല, പോട്ടെ. കുഴപ്പമില്ല, അടുത്ത പിടിക്കാം. അല്ല, അടുത്ത പിടിക്കാൻ ഇവിടെ പറ്റില്ലല്ലോ. ഇല്ല, ഞങ്ങൾ ഇനിയും കാണും, ഇനിയും ഡാൻസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ഒരുമിച്ച് തന്നെ. ജില്ലയിൽ നിങ്ങൾ മൂന്ന് പേര് തമ്മിലൊരു മത്സരം എങ്ങനെയായിരുന്നു? മൂന്നുപേരും മത്സരം ഇല്ലാതെ നമ്മൾ മൂന്നുപേരും കളിക്കുമ്പോൾ നമുക്കൊരു മാതിരി തോന്നില്ല. വെറുതെ നമ്മളൊരു സ്റ്റേജിൽ കളിക്കാറുന്ന ക്ലാപ്പ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടാളാണെങ്കിൽ ഇവളുടെ നെഹയുടെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ഇപ്പൊ എൻ്റെ ആണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഫുൾ നല്ല സപ്പോർട്ടുണ്ട്. അതന്നെയാ ഞങ്ങൾക്ക് തോന്നുന്നു ഈ ഇത്രയും ഒരു കാരണം. അത് തന്നെയാണ്, ഈ ഒരു വേദി കിട്ടാനും കാരണം തന്നെയാണ്, ഒരുമിച്ച് എത്താനും പറ്റി. ഈ സ്റ്റേറ്റില് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ മൂന്നുപേരും നേരത്തെ തന്നെ സ്റ്റേറ്റിലെത്തി സമ്മാനം നേടിയാണ് അല്ലേ? ഏതെങ്കിലും ഉണ്ടായിരുന്നു ഇത്തവണ മത്സരിക്കുക? ഇത്തവണ ഞാൻ മോഹിനിയാട്ടത്തിന് ഗ്രൂപ്പിന്, അതിന് രണ്ടിനും A ഗ്രേഡ് ഉണ്ട്. അതെ, അപ്പം ഞങ്ങൾ MT സാറിൻ്റെ ഒരു ടീമായിരുന്നു ചെയ്തത്. സാറിന് ഞാൻ പറഞ്ഞല്ലോ സരസ്വതി ടീച്ചറുടെ ശിഷ്യനായിരുന്നത്. സാറിന് MT സാറിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്, ഇൻസ്പയർഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ടീം എടുത്തതാണ്. സാറ് വിട്ടുപോയി, പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ എടുത്തതായിരുന്നു. സാറിൻ്റെ മുന്നിൽ കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി എടുത്തതാണ്, പക്ഷെ അത് നടന്നില്ല. പേരുള്ള വേദിയിൽ തന്നെ കളിക്കാൻ കഴിഞ്ഞു, അതന്നെ വലിയ സന്തോഷം. ഏച്ചി ഉണ്ടായിരുന്നു, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതെ, പറഞ്ഞ പോലെ അഞ്ജലി പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക, ആളുടെ പ്രസൻസ് ഇല്ലാത്ത ആ ഒരു അവസ്ഥ, അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയിട്ടൊരു അവസ്ഥയായിരുന്നു. പക്ഷെ നല്ല സന്തോഷമുണ്ട് ഇങ്ങോട്ട് വന്ന് ഇത് ചെയ്യാൻ പറ്റിയതിലൊക്കെ. ഞാൻ ഗ്രൂപ്പ് ഡാൻസിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ മനസ്സോട് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾ മൂന്ന് പേരും ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞു. ഏറ്റവും മധുരമുള്ള ഓർമ്മ എന്താ നിങ്ങൾ മൂന്ന് പേർക്കും? ഓരോരുത്തർ എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റത്തെ ഈ ഒരു ഇയർ തന്നെയാണ്, കഴിഞ്ഞു പോണ കൊല്ലാണ്. അപ്പോൾ ഒരേ സ്റ്റേജിൽ ഒരേ ഐറ്റത്തിന് മൂന്നാക്കും പങ്കെടുക്കാൻ പറ്റി. അതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഞാൻ എപ്പോഴും ഓർത്തേക്കുന്ന, എൻ്റെ കലോത്സവത്തിൽ ഞാൻ എപ്പോഴും ഓർത്തേക്കുന്ന ഒരു മൊമെൻ്റാണ് ഓർമ്മിച്ചിട്ട്. എനിക്കും തോന്നുന്നു ഇതന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡാൻസ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ സാർ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഈ കൊല്ലം നമ്മൾ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ മൂന്നുപേരും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഇവരുടെ കൂടെയുള്ള പ്രാക്ടീസ് സെഷൻ ആണെങ്കിലും കഥ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കൂടെ കളിക്കുന്നതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രാക്ടീസിൻ്റെ സമയമാണ്. രാത്രി പ്രാക്ടീസിന് വന്നിരിക്കും. സാറിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ ഓടിച്ചെന്ന് കഥ പറയാൻ തുടങ്ങും. കഥ പറയുക, ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും പ്രാക്ടീസ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കാൻ പറ്റും. അതന്നെയാണ് എനിക്ക് ഏറ്റവും മധുരമായ ഒരു ഓർമ്മ. ഇത്തവണ ഇവർക്ക് ഫെയർവെൽ പാർട്ടി കൊടുക്കണ്ടേ? അതെ, ഫെയർവെൽ പാർട്ടി എനിക്ക് തന്നാൽ മതി. അങ്ങോട്ട് തന്നെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.